ഗോവു, ആദ്യമായിട്ടല്ലേ ഒരു ടോപ്പിക്ക് വായിക്കുമ്പം നമുക്ക് തന്നെ ഒരു ഡൗട്ട് വന്നേ. ദൈവമേ! നമ്മക്കും ഈ ഒരു സംഭവം ഉണ്ടോന്ന്. എനിക്ക് ഉറപ്പാ നമ്മുടെ വ്യൂവേഴ്സും മിക്കവാറും ഇതിനെപ്പറ്റി കൂടുതൽ കേട്ടിട്ടുണ്ടാവില്ല. ഇതാണ് സൈലന്റ് ഡിപ്രഷൻ. സൈലന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കലി ഇതിനൊരു ഡയഗ്നോസിസ് അങ്ങനെയൊന്നും ഇല്ല. ഇതൊരു വളരെ സൈക്കോളജിക്കൽ ഒരു എക്സ്പീരിയൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ വളരെ നോർമലായിട്ട് കാണും. പക്ഷേ അയാളുടെ ഉള്ളിലത്തെ ഇമോഷൻസ് ഒരു ടെർമോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പം ഇതെന്താന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡള്ളും ഒട്ടും എക്സൈറ്റഡ് അല്ലാതെയും ഒരു മെക്കാനിക്കൽ ലൈഫ് ലീഡ് ചെയ്യുന്ന പോലെ തോന്നും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ ഈ ഗ്രേ സ്കെയിലിൽ നിൽക്കാന്ന് ലൈഫ് ഒട്ടും കളർഫുൾ അല്ലാതെ അതാണ് ഈ സൈലന്റ് ഡിപ്രഷൻ. ഇതിന്റെ നമ്മൾ വായിക്കുമ്പോൾ കേട്ട അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ പറയുക ഇതിന്റെ സൈക്കോളജിക്കൽ സൈഡ് എങ്ങനെയാണെന്നറിയോ? ഇതിൽ കൂടി ഈ ഒരു ഫീലിങ്ങിൽ കൂടി പോകുന്ന ആൾക്കാർ ജനറലി ആൾക്കാർ അവരുടെ ഇമോഷൻസ് ആർ ടു ബി എക്സ്പ്രസ്ഡ് എന്നല്ലേ പറയുക. ഇവർ ആ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യില്ല. അതങ്ങനെ സപ്രസ് ചെയ്ത് വെക്കും. എന്നിട്ട് ഈ ഇഷ്യൂ എന്തെങ്കിലും തോന്നിയാൽ അതിനെ റാഷണലൈസ് ചെയ്യാൻ നോക്കുക. ലൈക്ക് എന്താണ്, ഓ ഇതിപ്പോ ഒരു വലിയ കാര്യമല്ലല്ലോ, ഇതെനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. കൂടാതെ വേറെയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക. ഓ അവർക്ക് വലിയ പ്രോബ്ലംസ് ഇല്ലേ, ഇതിലും വലിയ പ്രോബ്ലംസ് ഇല്ലേ, ഇൻ്റെതൊരു വലിയ പ്രോബ്ലം അല്ല. എന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ കൂടുതൽ പെർഫെക്റ്റ് ആവാൻ, കൂടുതൽ റെസ്പോൺസിബിൾ ആവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അതുപോലെ ഇതിനൊരു ഇമോഷണൽ സൈഡും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നംനെസ്സാ. സാഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സാഡ് അല്ല. എന്നാൽ ഹാപ്പി ഹാപ്പി ആവുകയില്ല. ഈ ഈ ഇങ്ങനെയുള്ളവർക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയ്, ഒരു ഹാപ്പിനെസ്, ഒരു എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഒരു കാലത്ത് അവരെ എക്സൈറ്റഡ് ആക്കി വെച്ചിരുന്ന കാര്യങ്ങൾ പോലും അതിലൊരു ഇൻട്രസ്റ്റും ഇല്ലാണ്ട് ആയിപ്പോവും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് ബ്രേക്ക് ഡൗൺ ഒന്നും അല്ല ഡിപ്രഷൻ പോലെ. ഇത് സ്ലോ ഇമോഷണൽ ഫെയ്ഡിങ് ആണ്. അല്ലേ? അതുകൊണ്ട് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പെട്ടെന്ന് അങ്ങോട്ട് പറ്റാത്തത്. യൂഷ്വലി നമ്മളോട് പറയാ ഡിപ്രഷന്റെ സയൻസ് ലുക്ക് ഫോർ ദീസ് എന്നാ പറയുക. ഒന്ന് വെറുതെ വെറുതെ കരയുക. അല്ലെങ്കിൽ പിന്നെ അധികം ആൾക്കൂട്ടത്തിലൊന്നും ഇരിക്കേണ്ട. ഐ വോണ്ട് ടു ബി അലോൺ. കുറച്ച് ഐസൊലേറ്റഡ് ആയിരിക്കുക. ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുക ഇതൊക്കെ. ഇങ്ങനെ ഈ ഒരു ഫേസിൽ കൂടി പോണ ഈ സൈലന്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഫേസിൽ കൂടി പോണ ആൾക്കാർ നേരെ തിരിച്ചാ. അവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ഫണ്ണിയസ്റ്റ് ഫ്രണ്ട്. ഫാമിലിയിലെ എല്ലാ കാര്യങ്ങൾക്കും എന്താ സ്ട്രോങ്ങസ്റ്റ് സിബ്ലിംഗ് ആയി മാറും. ഓക്കെ. പിന്നെ വർക്ക് പ്ലേസിലാണെങ്കിലും അവരായിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ് എംപ്ലോയി. അങ്ങനെ എവിടെ വരുമ്പോഴും അവരാണ് മോസ്റ്റ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ മോസ്റ്റ് ഹാപ്പനിങ് പോലത്തെ ആളാക്കി ഇവർ കാണിക്കുക. ആക്ച്വലി ഇവർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ അവരുടെ റിയൽ ഇമോഷനെ മാസ്ക് ചെയ്യട. ഒന്ന് ഇമാജിൻ ചെയ്യൂ, നമ്മൾ ഒരു ദിവസം നമുക്കൊരു സാഡ് ഡേ. അന്ന് നമുക്കൊരു നല്ല ഫംഗ്ഷനോ ഇവന്റോ ഉണ്ടെങ്കിൽ ആ ദിവസം നമ്മളും മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ആൾക്കാരെ മുമ്പ് പോയിട്ട് അവനവനെ പ്രസന്റ് ചെയ്ത് വരും. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമുക്കറിയാം അന്നത്തെ ദിവസം എത്ര എക്സോസ്റ്റിംഗ് ആയിരുന്നു നമുക്കെന്ന്. ഇത് കുറേ ദിവസങ്ങളായിട്ട് ഒരാൾ ചെയ്യുമ്പം അയാളുടെ ഉള്ളിലെ ഫീലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, അതെ. ഇത് കുറേ നാൾ നിൽക്കുമ്പോൾ ഇതിന് കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ട്. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് പറയുക, എല്ലാം നമ്മളുടെ ആദ്യം എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പിനെയാണ്. ആ സ്ലീപ്പ് പാറ്റേണേ അങ്ങ് പോകും. കിടക്കാൻ നോക്കും പക്ഷേ ഉറക്കം വരില്ല. അതുപോലെ സെൽഫ് എസ്റ്റീം അങ്ങ് ഭയങ്കര ലോ ആവും. ഒരു വർത്ത് ഇല്ലാതെ തോന്നാൻ തുടങ്ങും. അപ്പം അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഏറ്റവും വലിയൊരു വില്ലൻ എന്താണെന്നറിയോ? ഇതിൻ്റെ ഡ്യൂറേഷനാണ്. കുറേ നാൾ ഈ സൈലന്റ് ഡിപ്രഷനുമായിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് ഇത് സ്ലോലി ഡിപ്രഷനിലേക്ക് മാറും. പിന്നെ ഇതുപോലെ നമുക്കൊരു ഹെൽപ്പ് വേണ്ടി വരും. ആ ഒരു സ്റ്റേജിലേക്ക് പോകും. അവിടെയാണ് ഇത് ഡേഞ്ചർ ആവുന്നത്. ഇങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഏർലി ആയിട്ട് നമ്മൾക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല ഹോപ്പ്ഫുൾ, നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാട്ടോ. എങ്ങനെയാ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഡിപ്രഷന്റെ ഓപ്പോസിറ്റ് ഹാപ്പിനെസ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ബി ഓണസ്റ്റ്. ഓണസ്റ്റ് ആരോടാവണ്ടേ? അവനവനോട് തന്നെ. നമ്മൾ ഫസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. നമുക്കല്ലേ നമ്മളറിയുള്ളൂ വെദർ വി ആർ ഓക്കെ ഓർ നോട്ട്. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ചോദിക്കും, അറ്റ്ലീസ്റ്റ് ഒരു ക്ലോസ് ഫ്രണ്ടോ പാർട്ട്ണറോ റിലേറ്റീവ്സ് ആരെങ്കിലും ക്ലോസ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോട് പറയാം ഐ എം നോട്ട് ഓക്കെ. ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരാളോട്. ഒന്നുമില്ല, നമുക്ക് ആരോടും പറയാൻ ഇഷ്ടമില്ല വെച്ചോളൂ. ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ ഒരു ജേർണൽ എടുത്തിട്ട് ജസ്റ്റ് റൈറ്റ് ഡൗൺ എനിക്ക് ഇങ്ങനെ 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 തോന്നുന്നുണ്ട് എന്ന്. കാരണം എന്താ പറയുക, ഇത് സൈലന്റ് ആയി വരുന്ന ഒരു ഇമോഷനാണ്. പക്ഷെ ലേറ്റർ ഓൺ ഇതിനൊരു ലൗഡർ സൈഡ് ഉണ്ടാവും. അത് അത്രയ്ക്ക് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം അവനവനോട് സംസാരിക്കുന്നതാണ് ഫസ്റ്റ് തിങ്. പിന്നെ ഞങ്ങൾ എപ്പോഴും പറയും കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന്. ഇന്ന് ഞങ്ങൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യും. വൈൽ യു കൗണ്ട് യുവർ ബ്ലെസ്സിങ്,
പ്ലീസ് ചെക്ക് ആർ യു ഓക്കെ. ഇപ്പൊ നമ്മളെല്ലാം ഒരു ഫാമിലി പോലെ ഇത് കേൾക്കണവരും കാണുന്നവരും ഒക്കെ. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആർ വി ഓക്കെ. അതും കൂടി ഒന്ന് എഴുതി നോക്കൂ എല്ലാ ദിവസവും. ഒന്നും ഇല്ലെങ്കിൽ ഓൾ ഗുഡ് അല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് രനന്ദു.